വിവാദ കരിമണൽ കമ്പനിയായ CMRLും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസും തമ്മിൽ നടത്തിയ കോടികളുടെ സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് എത്തുന്നതായി സൂചന. കേസിന്റെ നിർണായക ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ട സ്വത്ത് കണ്ടുകെട്ടൽ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഈ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. പിണറായി വിജയന് ചോദ്യം ചെയ്യലിനായി ഉടൻ സമൻസ് നൽകാനാണ് EDയുടെ നീക്കം. നേരത്തെ ലാവ്ലിൻ അഴിമതി കേസിൽ പിണറായി പ്രതിസ്ഥാനത്തുണ്ടായിരുന്നുവെങ്കിലും കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു. ഇതിലെ അപ്പീൽ ഇപ്പോഴും സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്. ഇതിനിടെയാണ് മറ്റൊരു കേസ് വരുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിലാണ് വിവാദപരമായ തുക കൈമാറ്റം നടന്നതെന്നതും CMRL മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്ത നൽകിയ മൊഴിയുമാണ് കേസിൽ നിർണായകമായിരിക്കുന്നത്. വ്യക്തിബന്ധത്തിന്റെ പേരിൽ മാത്രമാണ് പണം നൽകിയതെന്നും എക്സാലോജിക്കിൽ നിന്ന് സേവനങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നുമുള്ള കർത്തായുടെ വെളിപ്പെടുത്തൽ മുൻ മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയാകും. കേസിൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി ED നടത്തിയ മിന്നൽ പരിശോധനകളിൽ പിടിച്ചെടുത്ത രേഖകളാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. മേയിൽ വീണയുടെ വസതിയിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെടുത്ത ഐഫോൺ, ചുവന്ന പുറംചട്ടയുള്ള ഡയറിയിലെ 1 മുതൽ 9 വരെയുള്ള പേജുകൾ, പ്രത്യേക വിവരങ്ങൾ കുറിച്ച പേപ്പർ ഷീറ്റ് എന്നിവ നിർണായക തെളിവുകളാണെന്ന് ED വ്യക്തമാക്കുന്നു. ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പുറമെ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷമാണ് വീണയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് ED കടന്നത്. ഇതു സംബന്ധിച്ച റിപ്പോർട്ട് ED ജോയിന്റ് ഡയറക്ടർക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. സോഫ്റ്റ്വെയർ സേവനങ്ങളുടെ പേരിലാണ് 2,78,00,000 രൂപ വീണയുടെ കമ്പനിക്ക് CMRL നൽകിയത്. എന്നാൽ കമ്പനിയിൽ നിന്ന് യാതൊരുവിധ സേവനവും ലഭിച്ചിട്ടില്ലെന്ന് 2024 ഏപ്രിൽ 17 നൽകിയ മൊഴിയിൽ ശശിധരൻ കർത്ത വ്യക്തമാക്കിയിരുന്നു. ഈ മൊഴി വീണയും ശരിവച്ചതായി ED റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. എക്സാലോജിക് നൽകാമെന്നേറ്റ സേവനങ്ങൾക്കായി പിന്നീട് മറ്റൊരു IT സ്ഥാപനത്തെ CMRL ചുമതലപ്പെടുത്തിയിരുന്നു. ഇതിനായി വീണയ്ക്ക് നൽകിയതിനേക്കാൾ വളരെ കുറഞ്ഞ തുക മാത്രമേ കമ്പനിക്ക് ചെലവാക്കേണ്ടി വന്നുള്ളൂ. 66 ലക്ഷം രൂപയുടെ നഷ്ടക്കണക്കും 5 ലക്ഷം രൂപയുടെ മാത്രം വിറ്റുവരവുമുള്ള ദുർബലമായ സ്ഥാപനമാണ് എക്സാലോജിക് എന്നും CMRLന്റെ ഔദാര്യത്തിലാണ് ഇത് മുന്നോട്ടുപോയതെന്നും ED റിപ്പോർട്ടിൽ പറയുന്നു. കരിമണൽ കമ്പനിയായ CMRLുമായി ബന്ധപ്പെട്ട് ശശിധരൻ കർത്ത മൊത്തം 182 കോടി രൂപയുടെ ക്രമക്കേടുകൾ നടത്തിയതായാണ് EDയുടെ കണ്ടെത്തൽ. ഇതിൽ 139 കോടി രൂപ സ്ലെഡ്ജ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ അഥവാ ചെളിനീക്കൽ എന്ന പേരിലാണ് കമ്പനി കണക്കുകളിൽ നിന്ന് എഴുതിത്തള്ളിയത്. യഥാർത്ഥ സേവനങ്ങളോ അനുബന്ധ ബില്ലുകളോ ഇല്ലാതെ കമ്പനി സ്വയം തയ്യാറാക്കിയ വൗച്ചറുകൾ ഉപയോഗിച്ചാണ് ഈ തുക ചെലവഴിച്ചതായി വ്യാജമായി കാണിച്ചത്. ഈ കണക്കുകൾ ഉൾപ്പെടുത്തിയ റിപ്പോർട്ടിലാണ് പിണറായി വിജയനെയും മകൾ വീണയെയും കുറിച്ചുള്ള പരാമർശങ്ങളുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായി എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന 27,585 രൂപ ലാക്കർ ഇന്ത്യ കോർപ്പറേഷന്റെ 15,57,000, വീണയുടെ വ്യക്തിഗത അക്കൗണ്ടിലെ 1,37,000 രൂപ എന്നിവ ED മരവിപ്പിച്ചു. ഇതിനു പുറമെ CMRL കമ്പനി ഡയറക്ടർമാർ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരുമായി ബന്ധപ്പെട്ട 26 കോടി രൂപയുടെ സ്വത്തുക്കളും മരവിപ്പിച്ചിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ട 12 പ്രതികളുടെയും അവരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെയുമായി ആകെ 29 കോടി രൂപയുടെ സ്വത്തുക്കളാണ് നിലവിൽ കണ്ടുകെട്ടുന്നതിന് മുന്നോടിയായി മരവിപ്പിച്ചിരിക്കുന്നത്. സ്വത്തുക്കൾ പൂർണ്ണമായി കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് കടക്കുന്നതിനു മുന്നോടിയായി എക്സാലോജിക് ഉടമ വീണ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുന്നിൽ തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ നിയമപരമായ അവസരം ലഭിക്കും. എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ നടന്ന സമയത്ത് സംസ്ഥാന ഭരണം നയിച്ചിരുന്നത് പിണറായി വിജയനായതിനാലും പണം കൈമാറിയതിലെ വ്യക്തിബന്ധം കർത്ത തുറന്നുപറഞ്ഞതിനാലും കേസിൽ അന്വേഷണം മുൻ മുഖ്യമന്ത്രിയിലേക്ക് നീളുന്നത് രാഷ്ട്രീയമായി വൻ കൊടുങ്കാറ്റിന് വഴിതെളിച്ചിട്ടുണ്ട്.